നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. ഈ മെഡിക്കൽ ബുള്ളറ്റിൻ അഥവാ അറിവ് പകർന്നു നൽകാൻ വേണ്ടി മാത്രം, ഇൻഫോർമേഷൻ പർപ്പസ് ഓൺലി, നൽകുന്നത് ഹിസ് എക്സലൻസി പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ഡയറക്ടർ AIMRC. ഇന്ന് ഞങ്ങളുടെ വൈദ്യശാസ്ത്ര ഗവേഷണ പ്രകാരം ബബ്ലിസ് നാരങ്ങ, വേറെ എന്താ, കമ്പിളി നാരങ്ങ, ഷമാമ്പഴം, വൃക്കപ്പഴം, വിദേശ രാജ്യങ്ങളിൽ ബിഗ് ഓറഞ്ച് ആപ്പിൾ എന്നൊക്കെയാണ് ഈ പഴത്തിന് പറയുന്നത്. ഇത് പാലക്കാട് ജില്ലയിലും അട്ടപ്പാടിയിലും, പ്രത്യേകിച്ച് അട്ടപ്പാടിയിലെ താവളം, മുക്കാലി ഭാഗത്തെ ധാരാളം ഏക്കർ കണക്കിന് തോട്ടങ്ങളിൽ ഇത് കാണപ്പെടുന്നു. ഇത് പ്രകൃതിയുടെ ഒരു അത്ഭുത വരദാനമാണ്. പക്ഷേ അട്ടപ്പാടിയിലെ ജനങ്ങളും സാധാരണ ജനങ്ങളും ഇത് വലിച്ചെറിഞ്ഞ് പുഴയിലോ തോട്ടിലോ വലിച്ചെറിയുന്നു. അളവ് കൂടിയാൽ ഇതിനെ ഡേർട്ടി ബാസ്ക്കറ്റിൽ അഥവാ അഴുക്ക് ജാലിൽ വലിച്ചെറിയുന്നു. പക്ഷേ ഇത് ലോകത്തിലെ ഒരു ഗുരുതരമായ രോഗത്തിനുള്ള മരുന്നാണെന്ന് എത്ര പേർക്കറിയാം? പ്രകൃതിയുടെ ഈ മരുന്നിന്, ഈ ബബ്ലിസ് നാരങ്ങ അഥവാ ഷമാമ്പഴം, ഒരു ഓറഞ്ചിൻ്റെ 10 ഇരട്ടി മുതൽ 30 ഇരട്ടി വരെ കാണപ്പെടുന്നു. ഇത് കിഡ്നി ഡിസീസ്, നമ്മുടെ ശരീരത്തിൽ ഹൃദയം, കരൾ എന്നീ 2 അവയവം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ അഥവാ അവയവമാണ് കിഡ്നി. പ്രകൃതിയുടെ അനുഗ്രഹത്താൽ ഇത് ഓരോ മനുഷ്യനും 2 എണ്ണം നൽകിയിട്ടുണ്ട്. സാധാരണ ഒരു മനുഷ്യൻ്റെ കിഡ്നി രോഗം സാധാരണ വരാറില്ല. പക്ഷേ തെറ്റായ ജീവിത രീതി കൊണ്ടും ഉപ്പിൻ്റെ അമിത ഉപയോഗങ്ങൾ കൊണ്ടും അമിത രാസമരുന്നിൻ്റെ, അലോപ്പതി മരുന്നുകളുടെ അമിത ഉപയോഗം കൊണ്ടും, ഈവൻ പാരാസെറ്റമോൾ വരെ അധികം കഴിച്ചാൽ വൃക്ക രോഗത്തിലേക്ക് നയിക്കാം. ഇതിലേറ്റവും അപകടകരമാണ് ക്രിയാറ്റിനും യൂറിയയും. ഈ ക്രിയാറ്റിൻ, യൂറിയ 3 സ്റ്റേജ് വരെ ഈ പഴത്തിൻ്റെ ഉപയോഗം കൊണ്ട് കുറയ്ക്കാം എന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. ഒപ്പം നിങ്ങൾ നെറ്റിൽ ചൊറിയണം അഥവാ കടിത്തുവയും, ഒപ്പം പടവലങ്ങ അഥവാ സ്നേക്ക് ഗാർഡ് ഇന്ദുപ്പ് ഉപയോഗിച്ചും ചൊരക്കയും മില്ലറ്റുകളും നിങ്ങൾ ഉപയോഗിച്ചാൽ, ഈ പഴം ധാരാളം കഴിച്ചാൽ നിങ്ങൾക്ക് വൃക്ക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇതിൻ്റെ ഒരു പ്രത്യേക കണ്ടൻറ്റ് അതെന്താണെന്ന് ഞങ്ങൾ ഗവേഷണത്തിലാണ്. വൃക്കയിലെ ക്രിയാറ്റിനെയും യൂറിയയെയും കുറച്ച് 3 സ്റ്റേജ് വരെ വൃക്ക രോഗത്തിൽ നിന്ന് ഈ പഴം രക്ഷപ്പെടുത്തുന്നു. 4ലും 5ലും മെഡിക്കൽ മാനേജ്മെൻറ്റോ വൃക്ക മാറ്റിവെക്കലോ ഡയാലിസിസോ, പെരിറ്റോണിയൽ ഡയാലിസിസ്, കീമോ ഡയാലിസിസ് എന്നിങ്ങനെ 2-3 തരം ഡയാലിസിസ് ഇന്ന് ലോകത്തെ നിലവിലുണ്ട്. ചൈനയിൽ വൃക്ക തിരിച്ചിടലും, ജർമ്മനിയിലും അമേരിക്കയിലും വൃക്ക രോഗങ്ങൾക്ക് സ്വയം ഡയാലിസിസ് മെഷീൻ, ചെറിയ മെഷീൻ ശരീരത്തിൽ പിടിപ്പിച്ച് സ്വയം പ്രവർത്തനമാക്കുന്നതിനുള്ള സംവിധാനവും വികസിത രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഭാരതത്തിൽ ഇപ്പോഴും ഇതൊന്നും എത്തിയിട്ടില്ല. അവിടെയാണ് ഈ പഴത്തിൻ്റെ പ്രസക്തി. ഈ പഴത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി അഥവാ അസ്കോർബിക് ആസിഡ്, ബി കോംപ്ലക്സിൻ്റെ ഘടകങ്ങൾ, ചെറിയ പ്രോട്ടീൻ, കൊഴുപ്പ്, ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഏറ്റവും വലിയ കലവറയാണ് ഈ ഷമാമ്പഴം അഥവാ വൃക്കപ്പഴം. ഇതെല്ലാവരും ദിവസേന ഉപയോഗിച്ചാൽ ഇത് 100 രൂപ മുതൽ 1000 രൂപ വരെ സിറ്റിയിൽ വിലയുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇതിന് വിലയില്ല. തീർച്ചയായും വെസ്റ്റേൺ ഘാട്ടുകളിൽ ഈ പഴം ധാരാളമായി കാണുന്നു. ലോക ജനത ഇന്ന് വൃക്കരോഗത്തിൻ്റെ 10ൽ 2 പേരും വൃക്കരോഗത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രമേഹ രോഗികൾക്കും മറ്റ് അസുഖമുള്ളവർക്കും വൃക്കരോഗം സ്വാഭാവികമാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ പഴത്തെ നിങ്ങൾ അവഗണിക്കരുത്. ഈ പഴം ഒരത്ഭുത മരുന്നാണ് വൃക്ക രോഗികൾക്ക്. ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലീൻ ചെയ്യാനും ശരീരത്തിലെ ടോക്സിൻസ് അഥവാ വിഷമാലിന്യം നീക്കാനും ഈ പഴത്തിന് അപാര കഴിവുണ്ട്. പക്ഷേ ഇതിലൊന്നും കൃത്രിമമായി ഒന്നും ചേർക്കരുത്. താങ്ക് യു. ഇതൊരു ഇൻഫോർമേഷൻ മാത്രം. നൽകുന്നത് പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ഡയറക്ടർ AIMRC, അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ അധ്യക്ഷൻ. There is have no vested interest for public goodness only.
ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള അറിവ്. താങ്ക് യു.